അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എവിടെയാ അങ്ങനെ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. വയനാട് ക്യാമ്പിൽ ഞങ്ങൾ പ്രഖ്യാപിച്ച തീരുമാനമുണ്ട്. ഞങ്ങളൊരു ഷെഡ്യൂൾ ഉണ്ട് അതിനകത്ത്. ആ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മലയാള മനോരമ സപ്ലിമെന്റിൽ ഒരു അഭിമുഖം പുറത്തു വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ സച്ചിദാനന്ദൻ സർക്കാർ ഭരണമാറ്റം നല്ലതാണ് എന്ന് ഒരു സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ അടക്കം പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇടത് ബുദ്ധിജീവികളും സർക്കാർ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇടത് ചിന്താഗതിക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന UDF-ന്. ലെഫ്റ്റ് എന്ന് പറയുന്ന ഇടത് ചിന്താഗതിക്കാർ, ഞങ്ങളെല്ലാം ലെഫ്റ്റ് തന്നെയാണ്. പക്ഷെ അതിന് കുറ്റമൊക്കെ ഇവർക്ക് മാത്രമാണെന്നല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇടത് ചിന്താഗതിക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന UDF. ഇത് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ആകണ്ടെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് UDF-ന് വോട്ട് ചെയ്യും. അത് തന്നെയാണ് ഈ പ്രതികരണമൊക്കെ ഉണ്ടാവുന്നത്. MP-യുടെ അഭാവം ശ്രദ്ധിച്ചിരുന്നു ഇന്നലെ യാത്രയിൽ. ഏത് കണ്ണൂർ MP-യുടെ? അദ്ദേഹത്തിന് വേറെ പേഴ്സണൽ കാര്യങ്ങളുകൊണ്ട് പോയതല്ല. അദ്ദേഹം ഞാൻ കാസർഗോഡ്. നിങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ പോകാതെ എന്തോ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് ഒന്നും പറയാം, കടക്ക് പുറത്തൊന്നും പറയില്ല എന്നുള്ളതുകൊണ്ടാണോ? അങ്ങനെയാണോ? അദ്ദേഹം നിങ്ങൾ വല്ലതും പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞോ? അദ്ദേഹത്തിന് ഒരു പരാതിയില്ല. നിങ്ങൾ അദ്ദേഹത്തിനുള്ള പരാതി ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ചിത്രീകരിക്കുന്നത് എന്ത് കാര്യമാണ്? ഇപ്പൊ ലൈനപ്പിലാണല്ലോ. ലൈനപ്പ് എവിടെ ഡിലേ ആയിട്ടുള്ളത്? ഓരോ ദിവസം കഴിയുന്നവരും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കും. കൃത്യമായ ഷെഡ്യൂൾ ഉണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. സീറ്റ് വിഭജനത്തിൽ എന്തെങ്കിലും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. ബയലാറ്ററൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചർച്ചകൾ നടക്കുമ്പം ഒരു ദിവസം കൊണ്ടെല്ലാം തീരില്ല. ചർച്ചകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. അതൊക്കെ